ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് +1 ക്ലാസ്സിലെ ഓണ എക്സാം മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് തന്നിരിക്കുന്നത്. നിങ്ങളുടെ ഫുൾ ചാപ്റ്ററിൽ നിന്നുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഏതെങ്കിലും 5 എണ്ണമായിരിക്കും ചോദിക്കുന്നത്. അതിൻ്റെ മോഡൽ എന്ന് വെച്ചാൽ ഓരോ എണ്ണത്തിന് ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വെച്ചാണ്. ബ്രാക്കറ്റിനകത്ത് ഓപ്ഷൻ കാണും, 3 എണ്ണം വെച്ചായിരിക്കും. അതിനകത്ത് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് വേണം ഓരോന്നിനും എഴുതി കൊടുക്കാൻ. അങ്ങനെയുള്ള 5 എണ്ണം ആദ്യം. അതിൽ നിങ്ങളുടെ നിങ്ങളുടെ ചാപ്റ്റേഴ്സ്, അതായത് ദോഹ വരെയാണ് അല്ലേ, ഞാൻ ചോദിക്കാൻ കൊള്ളാവുന്ന 1 വേർഡുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. നോക്കാം. അനിതാബെ കിസ് വിധ കി രചന ഹേ. അനിതാബെ ഏത് വിഭാഗത്തിൽപ്പെട്ട രചനയാണ്? ആൻസർ ലഘുകഥ. ലഘുകഥ എന്നുള്ളത് നോക്കി എഴുതി കൊടുക്കുക. സേ ഷാക്സ ലഗാക്യോം, അയാൾക്ക് ഷോക്കേറ്റതുപോലെ ആയി. യാത്രികന് ഓർമ്മയുണ്ടല്ലോ കഥ. അസ്ലം കി മൃത്യു ഹുയീതി, അസ്ലം മരിച്ചു എന്ന് കേട്ടപ്പോഴാണ് അയാൾ എന്ത് ചെയ്ത്, അയാൾക്ക് ഷോക്കേറ്റതുപോലെ നിന്ന് പോയത്. അസ്ലം കെ ദോനം ക്യാ ഖറാബിദി, അസ്ലമിൻ്റെ ദോനം 2 എന്തായിരുന്നു? ഖറാബി എന്ന് വെച്ചാൽ തകരാറിലായത്. ആൻസർ ദോനം കുർദോ, കിഡ്നികൾ. അടുത്ത റിക്ഷ ചലത്തെ സമയം അസ്ലം ക്യാ രഹാദ, റിക്ഷ ഓടിച്ച സമയത്ത് അസ്ലം എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ആൻസർ എന്താണ് ചെയ്തത്? ആൻസർ ധീരെ ധീരെ കരാഹ് എന്ന് വെച്ചാൽ പതിയെ പതിയെ നിലവിളിച്ചു. അടുത്ത നയി വ്യത സാത്തിൻ ഖോ ക്യാ ബനായി, പുതിയ വ്യത ദുഃഖമുള്ള സാത്തിൻ എന്ന് വെച്ചാൽ കൂട്ടുകാരിക്ക് എന്താണ് നിർമ്മിച്ചു കൊടുത്തത്? ആൻസർ ചോട്ടി സി കുടിയ, ചെറിയൊരു കുടിൽ. അടുത്ത സൂക്കെ തിനകോം കാ താൽപര്യക്കാഹെ, ഉണക്ക പുല്ലുകൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ആൻസർ പ്രേമ വിഹീൻ ലോകെ. നോക്കി എഴുതണം, പ്രേമ വിഹീൻ ലോകെ. അടുത്ത ഉഷ കഹാം കിലേഗി, എവിടെയാണ് കിൽന എന്ന് വെച്ചാൽ ലഘു പ്രാഞ്ചി, കിഴക്ക് ദിക്കിലെ. ഉഷ ശബ്ദ കിൻകിൻകി ഈശാര കിയ, ഉഷ എന്ന വാക്ക് ഏതിനെയൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ആൻസർ പ്രഭാത് അവരെ പ്രേമിക, പ്രഭാതിനെയും പ്രേമികയും. അന്തരീക്ഷൻ നിശിമേം ക്യാ ചിടക്കേക, അന്തരീക്ഷൻ നിശി എന്ന് വെച്ചാൽ രാത്രിയിലെ എന്താണ് ചിടക്കിന തെളിക്കുന്നത് അല്ലെ കുടയുന്നത്? ആൻസർ തൂഹി എന്ന് വെച്ചാൽ ഹിമഗണങ്ങൾ. അടുത്ത അന്ധകാർ ലാന്തിക്കർ കോനായിക, അന്ധകാരവും കടന്ന് ആരാണ് വരുന്നത്? ആൻസർ ജലധി സാഗരം. അടുത്ത നോക്കിയേ, അടുത്ത മധുരദു കിസ്കി രചന ഹേ. അവിടെ ജലധി ലാന്തിക്കർ എന്നും കൂടെ ചോദിക്കാം കേട്ടോ. അന്ധകാർ കീൽ ജലധി ലാന്തിക്കർ കോനായ എന്ന് വെച്ചാൽ ശശി കിരൺ, ശശി കിരൺ എന്ന് കൂടി എഴുതി കൊടുക്കുക. ചിലപ്പോൾ ആ ലാന്തിക്കർ ജലധിയും കൂടെ ചോദിക്കുക, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. അന്ധകാർ കി ജലധി ലാന്തിക്കർ കോനായിക, ആൻസർ ശശി കിരൺ. ശശി കിരൺ എന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ കിരണങ്ങൾ. അതേതാണെന്ന് വെച്ചാൽ നോക്കി എഴുതണം കേട്ടോ, 2ഉം കൊടുത്തിട്ടുണ്ട് ഓപ്ഷനകത്ത്. അടുത്ത നോക്കിയേ, മധുരദു കിസ്കി രചന ഹേ. മധുരദു ആരുടെ രചനയാണ്? ആൻസർ ജയശങ്കർ പ്രസാദിൻ്റെ. അടുത്ത ജുലൂസ് കെ നേതാ കോനെ? ഇബ്രാഹിം അലി. നയ ദാരോഗ എന്ന് വെച്ചാൽ ഇൻസ്പെക്ടർ ആരാണ്? ബീറബൽ സിംഗ്. ബീറബൽ സിംഗ് കൈസ ആത്മി ഹേ, എങ്ങനെയുള്ളവനാണ്? ജലാന്ത്. അടുത്ത ജുലൂസെ കിസ് വിധ കി രചന ഹേ. ജുലൂസെ ഏത് വിധയുടെ, എങ്ങനെയുള്ള വിധ എന്ന് വെച്ചാൽ ഏത് വിഭാഗത്തിൽപ്പെട്ട രചനയാണ്? ആൻസർ നാട്യരൂപാന്തർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വലിയ ഒരു നിങ്ങൾക്ക് തന്നിരിക്കുന്ന പോയമാണ്, അതായത് മധുരദുവായിരിക്കും. അതിൻ്റെ ഒരു സ്റ്റാൻസ തരും. തന്നിട്ട് 3 ക്വസ്റ്റ്യൻസാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 മാർക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്ക്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 6 മാർക്ക്. അതിൻ്റെ ആസ്വാദന ടിപ്പണി എഴുതാനാണ് 3ാമത്തെ ക്വസ്റ്റ്യൻ. 1 മാർക്ക് 1 വേർഡ് ആയിരിക്കും, നോക്കി എഴുതുക. 2 മാർക്കും ആസ്വാദനാർത്ഥം ഉണ്ടാകും, നോക്കി എഴുതുക. മൂന്നാമത്തെ എൻ്റെ അപ്രിസിയേഷൻ വൃത്തിയായിട്ട് എഴുതി കൊടുക്കുക. അതിന് 6 മാർക്കാണ്. അങ്ങനെ 6, 2, 8, 9 മാർക്കായിരിക്കും അവിടെ. അങ്ങനെ മധുരത്ത് പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ സമാനാർത്ഥ ശബ്ദ ലിഖേ, അതായത് തന്നിരിക്കുന്ന വാക്കിൻ്റെ അതേ അർത്ഥം വരുന്ന മറ്റൊരു ഹിന്ദി വാക്ക് എഴുതുക. അതിൽ ചോദിച്ചാൽ 2 എണ്ണം ഉണ്ടാകും, 2 മാർക്കായിരിക്കും. ചോദിച്ചാൽ എഴുതുക. ഞാൻ ചോദിക്കാൻ കൊള്ളാവുന്ന കുറേ വേർഡ്സുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഉഷ പ്രഭാത്, പവൻ ഹവ, ധൂളി ദൂരി, സായി സാധു അല്ലെ ഈശ്വരെ, ജുലൂസ് ജനയാത്ര, ജാഞ്ച് ഖോജ്, സമുദ്ര ജലധി. അടുത്ത നോക്കി, ചാന്ത് ശശി, രാത്ത് നിശി. അടുത്ത കലി കുസും. ഇതിനകത്ത് ഏതെങ്കിലും ചോദിക്കാൻ കൊള്ളാം, അത് നോക്കി എഴുതുക കേട്ടോ. അടുത്ത നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സാർത്ഥക വാക്യമേ ബദലെ, തന്നിരിക്കുന്ന വാക്യം മാറ്റി എഴുതാനാണ്. നോക്കി, ഒന്നിച്ച് ഒരു സെൻറ്റൻസ് ഒന്നിച്ചങ്ങ് എഴുതിയിരിക്കുക, ഒന്നിച്ച് വരച്ച പോലെ എഴുതാം. എന്നിട്ട് നിങ്ങളതിനെ എന്ത് ചെയ്യണം? മാറ്റി മാറ്റി വാക്കുകളാക്കി എഴുതുക. അതാണ് ആൻസർ. ഇവിടെ എഴുതിയിരിക്കുന്ന നോക്കിയേ, അസ്ലം അബ് നഹീം ആയേഗ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മാറ്റി എഴുതണം, അസ്ലം അബ് നഹീം ആയേഗ, അങ്ങനെ മാറ്റി എഴുതി കൊടുക്കുക. എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. അടുത്ത ഞാൻ ഒന്നുകൂടെ എഴുതിയിട്ടുണ്ട്, ബീറബൽ സിംഗ് ബെഡ ജലാന്ത് ഹേ എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ മാറ്റി എഴുതണം, ബീറബൽ സിംഗ് ബെഡ ജലാന്ത് ഹേ എന്ന് എഴുതി കൊടുക്കുക.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രശ്നവാചക ശബ്ദം കി സഹായദാസെ ദോ പ്രശ്ന ബനായേ. പ്രശ്നവാചകം എന്ന് വെച്ചാൽ ചോദ്യങ്ങൾ തരുന്ന ശബ്ദങ്ങൾ, ചോദ്യങ്ങൾ ചോദിക്കുന്ന ശബ്ദങ്ങൾ കൊണ്ട് 2 ചോദ്യങ്ങൾ നിർമ്മിക്കുക എന്ന്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാവുന്ന 2 ശബ്ദങ്ങൾ ഇവിടെ തന്നിരിക്കും. ഒരു നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണോ തരുന്നത് അതിനകത്ത് താഴേക്ക് വാക്കുകൾ കൂടി ഉണ്ടായിരിക്കും. നോക്കിയേ, തന്നിരിക്കുന്ന ഒരു പോയിന്റ് നോക്കിയേ. ശശി കിരണയും അന്ധകാർ കാ ജലതിയിൽ ലാന്ത് കർ ആയകി. ശശികിരണങ്ങൾ അന്ധകാരത്തിൻ്റെ സാഗരവും കടന്ന് ആയകി വരും എന്ന്. തന്നിരിക്കുന്ന ചോദ്യം ഏതൊക്കെയാണെന്ന് നോക്കിയാൽ കോൻ ക്യാ. ഈ കോൻ എന്ന് വെച്ചാൽ ആരൊക്കെയാന്ന് വെച്ചാൽ എന്ത്. ഈ 2 ശബ്ദങ്ങൾ ഉപയോഗിച്ച് 2 ചോദ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് എങ്ങനെ എഴുതാം. ആദ്യം കോൻ അന്ധകാർ കാ ജലതി ലാന്തികർ ആയകി എന്ന് ചോദിക്കാം അല്ലേ. ആരാണ് അന്ധകാരത്തിൻ്റെ ജലതയും സാഗരവും കടന്ന് വരുന്നത്, എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അടുത്ത രണ്ടാമത്തെ നോക്കി. ശശികിരണ ക്യാ ലാന്തികർ ആയകി. ശശികിരണങ്ങൾ എന്ത് കടന്നാണ് വരുന്നത്, അങ്ങനെ എഴുതി ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. ഇതേ രീതി പഠിച്ചു വയ്ക്കണം. അതേൽ 2 എണ്ണം ചോദിക്കുക. 4 മാർക്കായിരിക്കും കേട്ടോ. ഓരോന്നിനും ഈ 2 മാർക്ക് വെച്ചാണ്. അങ്ങനെ പഠിച്ചു വയ്ക്കുക അത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ജീവൻ വൃത്താണ് എന്ന് വെച്ചാൽ പ്രൊഫൈൽ എഴുതാൻ, ബയോഡേറ്റ അല്ലെ പ്രൊഫൈൽ തയ്യാറാക്കാൻ. ഇവിടെ തന്നിരിക്കുന്ന നോക്കിയ ജീവൻ വൃത്ത് പടേ അവരെ സുകേഷ് സാഹിനിക്ക് ബാരെ ഏക്ക് അനുച്ഛേദ ലിഖേ. ജീവനവൃത്ത് വായിച്ച് നോക്കുക. സുകേഷ് സാഹിനിയെ പറ്റി ഒരു അനുച്ഛേദം എന്ന് വെച്ചാൽ ഒരു ഖണ്ഡിക രൂപത്തിൽ എഴുതി കൊടുക്കുക എന്നാണ്. അനുച്ഛേദ ഖണ്ഡികയാണ്, ഖണ്ഡിക രൂപത്തിൽ എഴുതി കൊടുക്കണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇതുപോലെ കാണും. ജീവൻ വൃത്ത് കണ്ടു തന്നിരിക്കുന്നത്. ജീവൻ വൃത്ത് അതിൻ്റെ താഴെ നാം സുകേഷ് സാഹിനി, ജന്മ 5 സിതംബർ 1956, ജന്മസ്ഥാൻ ഉത്തർപ്രദേശ് ലക്നൗ, പ്രമുഖ രചനായെ ഡരെ ഹുയെ ലോകെ ഠണ്ഡി സജായി എന്ന 2 എണ്ണമാണ് തന്നിരിക്കുന്നത്. അടുത്ത പുരസ്കാരെ കിട്ടിയ സമ്മാനങ്ങൾ ഡോക്ടർ പരമേശ്വർ ഗോയൽ, ലഘുകഥ മാതാ ശർബതി ദേവി. അടുത്ത ദേൻ എന്ന് വെച്ചാൽ സംഭാവനകൾ, സംവേദനാശീല, ഭാവുക ശൈലി എന്നാണ് തന്നിരിക്കുന്നത്. ഇത് നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ഖണ്ഡികയായിട്ട് എഴുതി കൊടുക്കണം. അതുകൂടി ഞാൻ സഹായിക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്, നോക്കിയിരിക്കാം. സുകേഷ് സാഹിനി का जन्म 5 सितंबर 1956 में उत्तर प्रदेश के लखनऊ में हुआ. സുകേഷ് സാഹിനിയുടെ ജന്മം 5 സിതംബർ 1956 ഉത്തർപ്രദേശിലെ ലക്നൗ മേ ഹുവ ആയിരുന്നു, ലക്നൌവിൽ ആയിരുന്നു. ഇതുപോലെ വേണം എഴുതാൻ. അടുത്ത നോക്കിയാൽ ഡേരെ ഹുയെ ലോകെ ഠണ്ഡി സജായി ആദി പ്രമുഖ രചനായകെ മുതലായവ പ്രമുഖ രചനകൾ ആയിരുന്നു. ഡോക്ടർ പരമേശ്വർ ഗോയൽ ലഘുകഥ സമ്മാൻ, മാതാ ശർബതി ദേവി പുരസ്കാർ സേ വേ പുരസ്കൃത് ഹേ. ഇത് 2ഉം അവർക്ക് അവാർഡുകളായി ലഭിച്ചിട്ടുണ്ട്. ഉൻകാ ദേൻ അത് അവരുടെ സംഭാവന, സംവേദന ഉളവാക്കുന്ന ഭാവന ശൈലി ഹേ ആണ്. ഇത്ര എഴുതി കൊടുത്താൽ മതി കേട്ടോ. നല്ല രീതിയിൽ വൃത്തിയായിട്ട് എഴുതി കൊടുക്കുക. അടുത്ത് നോക്കിയേ. അടുത്ത അത്രയും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ ബാക്കിയുള്ളതൊക്കെ അടുത്ത ക്ലാസ്സിൽ ബാക്കി തരാം. കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ആ രീതികൾ ബാക്കി പഠിക്കാം. ഇത്ര വരെ ഇന്ന് നിങ്ങൾ നോക്കി വയ്ക്കുക. ഇത്രയും ക്വസ്റ്റ്യൻ്റെ രീതികൾ എങ്ങനെയാണെന്ന് പഠിച്ച് മനസ്സിലാക്കി വയ്ക്കുക. എല്ലാ പാഠങ്ങളും നല്ല വൃത്തിയായിട്ട് വായിച്ച് പഠിച്ച് വെച്ചിരിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബാക്കിയായിട്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യുക, മറ്റു കുഞ്ഞുങ്ങളിലേക്ക് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.